ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ആർക്കെങ്കിലും ഈ ഒരു സംശയം തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. ഞാൻ ആ കാര്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ചുരുക്കി നമുക്ക് ആ കാര്യത്തിലേക്ക് പോകാം. ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പല കാര്യങ്ങളും മത്സരാർത്ഥികളോട് ചോദിച്ചറിയുന്നുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളായാലും വലിയ ഗൗരവമുള്ള കാര്യങ്ങളായാലും ലാലേട്ടൻ അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് ചോദിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് ആ ഒരു റെസ്പെക്റ്റ് അല്ലെ ആ ഒരു ബഹുമാനം ലാലേട്ടനെ പോലത്തെ ഒരു അവതാരകന് മറ്റ് മത്സരാർത്ഥികൾ സഹമത്സരാർത്ഥികൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രവണത അവിടെ ഇന്നലെ കാണാൻ തോന്നി. പ്രത്യേകിച്ച് ശരത്ത് അപ്പാനി ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി എന്ന രീതിയിലോ ലാലേട്ടനെ പോലത്തെ ഒരാൾ വരുമ്പോൾ കൊടുത്ത ഒരു റെസ്പെക്റ്റ് കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അതേപോലെ തന്നെ നെവിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു റെസ്പെക്റ്റ് ചിലപ്പോൾ നെവിൻ്റെ ഒരു നേച്ചർ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ഒരു റെസ്പെക്റ്റ് ലാലേട്ടന് മത്സരാർത്ഥികളിൽ നിന്ന് കിട്ടിയില്ല എന്നാണ് ആ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒന്നാമത് ഒരു പരിചയമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ലാലേട്ടൻ വന്ന ഫസ്റ്റ് ഡേ ആയതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം. എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു വെപ്രാളമായിരിക്കാം. പക്ഷേ എന്നിരുന്നാലും ആ വെപ്രാളമൊക്കെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് മാറ്റിവെക്കാം. എന്തായാലും അത്തരം ഒരു ലാലേട്ടൻ്റെ ചോദ്യങ്ങൾക്ക് വളരെ റെസ്പെക്റ്റോടു കൂടി ബഹുമാനത്തോടു കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചതും അല്ലെങ്കിൽ ആ ഒരു എപ്പിസോഡിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിനെ വളരെ സീരിയസ് ആയിട്ട് കണ്ട് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു. ഒന്ന് അനീഷാണ്, രണ്ട് ബിന്നിയാണ്, അതേപോലെ തന്നെ മുൻഷി രഞ്ജിത്താണ്. ഇവരൊക്കെ വളരെ വൃത്തിയായി ചോദിച്ച കാര്യങ്ങൾക്ക് വൃത്തിയായി സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്തായാലും നെവിൻ്റെ ഭാഗത്തുനിന്നും അപ്പാനി ശരത്തിൻ്റെ ഭാഗത്തുനിന്ന് അതേപോലെ ആദിൽ നൂറ ഇവരൊക്കെ ഒരു വളരെ ബഹുമാനക്കുറവോടുകൂടി ലാലേട്ടൻ ഒരു സംസാരിച്ച രീതി പോലെ തോന്നി. എന്തായാലും ഇത് എൻ്റെ തോന്നലാവാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.